താരതമ്യമില്ലാത്തൊരു ഗായിക നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അസാധാരണമായ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു ഒരു മൂത്ത ചേച്ചിയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പം ജാനകി ചേച്ചി എന്നാണ് ഞാൻ അത് സംബോധന ചെയ്യാറുള്ളത്. സ്വരലയെയും അതുപോലെ തന്നെ കൈരളി ചാനലും സഹകരിച്ചുകൊണ്ട് ദാസേട്ടൻ്റെ പേരിലൊരു പുരസ്കാരം ഏർപ്പെടുത്തുകയുണ്ടായി. ദാസേട്ടൻ്റെ 60ാം ജന്മദിനത്തിലാണ്. അതിൻ്റെ ആദ്യത്തെ പരിപാടി മുതൽ ജാനകിയമ്മ വരാറുണ്ടായിരുന്നു. എനിക്ക് ജാനകിയമ്മയുമായിട്ട് പല സന്ദർഭങ്ങളിൽ ഇടപഴകാൻ കഴിഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുപോലെ സ്വഭാവ നൈർമല്യമുള്ള ഒരു വ്യക്തി അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ദാസേട്ടനുമായിട്ടുള്ള ബന്ധം വളരെ അഗാധമാണ്. മറ്റൊന്ന്, നമുക്കെല്ലാം പ്രസിദ്ധിയായിട്ടുള്ള ശാരദ ചേച്ചി, അഭിനേത്രി, അവരും ജാനകിയമ്മയും തമ്മിലുള്ള ബന്ധവും വളരെ ദൃഢമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ രാത്രി എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണമായിട്ട് കുറിക്കുമ്പോൾ ഒരു സംഭവം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ജാനകിയമ്മയുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുരസ്കാരം തന്നെ ജാനകിയമ്മയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ടെലിവിഷനിൽ കണ്ടിട്ട് എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള സുനിൽ പി ഇളയിടത്തിൻ്റെ ജീവിത പങ്കാളി മീന എൻ്റെ മുമ്പിലൊരു ആവശ്യം വെച്ചു. ഇനി എപ്പോഴെങ്കിലും ഈ ജാനകി ചേച്ചിയെ കാണാൻ അവസരമുണ്ടാകുകയാണെങ്കിൽ എനിക്കും കൂടെ വന്ന് അവരെ ഒന്ന് കാണണം, അവരെ ഒന്ന് തൊടണം എന്നൊരാഗ്രഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബെറ്റിയും മീനയും ഞങ്ങളെല്ലാം കൂടെ ശാരദ ചേച്ചിയുമായിട്ട് സംസാരിച്ച് മൈസൂരിൽ വെച്ച് ഒത്തുകൂടുന്ന ഒരു പരിപാടി ഞങ്ങളിട്ടു. അങ്ങനെ ഒത്തുകൂടുകയുണ്ടായി. അതിൻ്റെ ചിത്രം ബെറ്റിയുടെ കൈവശമുള്ളത് സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ ഇടുകയുണ്ടായി. അവിടെ വെച്ച് ഈ സുനിൽ പി ഇളയിടത്തിൻ്റെ ഭാര്യ സാമാന്യം നന്നായിട്ട് പാടും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് തമാശയായിട്ട് ഞങ്ങൾ പറഞ്ഞു, ജാനകി ചേച്ചിയുടെ മുമ്പിൽ വെച്ച് ആ സൂര്യകാന്തി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ജാനകി ചേച്ചിയുടെ പാട്ടും അത് പാടാമോ? മീന ഇത് പാടുന്നത് മുഴുവൻ അവരവിടെ കേട്ടിരുന്നു. എന്നിട്ട് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. നഷ്ടം, താരതമ്യമില്ലാത്തൊരു ഗായിക നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അസാധാരണമായ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മൂത്ത ചേച്ചിയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്.